അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവവചന ശ്രവണത്തിനായി ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ധ്യാന പ്രസംഗം നയിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിജു ജോൺ അച്ഛൻ തുമ്പമൺ ഭദ്രാസനത്തിലെ കൊന്നപ്പാറ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ പരിമല സെമിനാറിയുടെ പേരിൽ ഇന്നത്തെ ധ്യാന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുകയും അനുഗ്രഹീതമായ ദൈവവചസ്സുകൾ നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി ആയിത്തീരുവാൻ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട ഔഗേന്ദ്രൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധനയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അതിപരിശുദ്ധമായ ഒരു സ്ഥലത്ത്, അതിപരിശുദ്ധമായ ദേവാലയത്തിൽ ഒന്നിച്ച ദൈവത്തെ ആരാധിപ്പാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കാം. ഒരു പരിശുദ്ധ പിതാവ് കബറടങ്ങിയിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണമാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന ആ വലിയ ദിവസമാണ്. നമ്മുടെ പാപങ്ങൾ പരിഹരിപ്പാൻ വേണ്ടി കാൽവറി യാഗമായി തീർന്ന ആ ദൈവത്തിൻ്റെ മധ്യസ്ഥതയിൽ, ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വെറും പ്രഹസനത്തിന് വേണ്ടി അല്ല നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾക്ക് ലഭിക്കണം, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് വേണം നമുക്ക് ഇവിടുന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന സമയം, ഒരുപാട് സമയമൊന്നുമില്ല, ലഭിച്ചിരിക്കുന്ന സമയം അത് അർത്ഥപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. കാരണം ഇന്നലത്തെ ദിവസം കഴിഞ്ഞുപോയി, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഇന്നത്തെ ദിവസം നിനക്കായിട്ട് ഞാൻ നൽകിയിരിക്കുന്നുവെന്ന് യഹോവയായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ ദിവസം കഴിഞ്ഞുപോയി, നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലുള്ളതല്ല. നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് നിനക്ക് പ്രവർത്തിക്കുവാനായിട്ട് സമയത്തെ ദൈവം തന്നിരിക്കുന്നു. ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹോശേയ പ്രവാചകൻ പറഞ്ഞ, യഹോവയായ ദൈവം അതിന് മുഖാന്തരം നൽകിയ ആ വചനം ഞാൻ വായിച്ചത് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശ് നിലങ്ങളെ ഉഴുതുമറിപ്പീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള സമയമാകുന്നുവല്ലോ ഇത്. അപ്പോൾ നോക്കിക്കൊള്ളണം, ഞാൻ സൂചിപ്പിച്ചു, ഇന്നലെ നമ്മൾ കഴിഞ്ഞുപോയി, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഇന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് ഹോശേയ പ്രവാചകൻ മുഖാന്തരം യഹോവ പറയുകയാണ്: നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്തെടുപ്പീൻ, നിങ്ങളുടെ തരിശ് നിലങ്ങളെ ഒന്ന് ഉഴുതുമറിപ്പീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള സമയമാകുന്നു ഇത്. അപ്പോൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണമാണ് യഹോവയായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഭാഗികമായിട്ടുള്ളൊരു സമർപ്പണമല്ല എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നമ്മൾ ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്നു.
ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മടങ്ങിപ്പോക്ക്, നമ്മുടെ ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്നൊക്കെ ഒന്ന് വിമുക്തനാകാൻ, ഒരു വിമോചകനാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ധ്യാനത്തിനിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ആയി തീരേണ്ടത് എന്നുള്ളത് ആദ്യമേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ധ്യാനത്തിനിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്നുള്ള ചിന്ത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഒരുപാട് സമയം വീട്ടിലിരുന്ന് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ആലയത്തിലേക്ക് ഞാൻ കടന്നു വരും, എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഞാൻ ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് പിതാക്കന്മാരുടെയൊക്കെയും പഠിപ്പുകളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ധ്യാനത്തിൽ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ഷിജുവച്ചന്റെ ശബ്ദമല്ല നമ്മൾ കേൾക്കേണ്ടത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് വേണം ഈ പുണ്യഭൂമിയിൽ നിന്ന് നമുക്ക് തിരികെ പോകുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഒന്നാമതായിട്ട് നമ്മൾ കേൾക്കണം. സൗമേൽ ബാലന്റെ കഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സൗമേൽ ബാലന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സൗമേൽ പ്രവാചകന്റെ പുസ്തകം 1 സൗമേൽ അതിന്റെ 3-ാം അധ്യായത്തിലാണ് സൗമേൽ ബാലനെ, അതായത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന മാതാപിതാക്കൾക്ക് ഹന്നയ്ക്കും ഏൽക്കാനയ്ക്കും ദൈവത്തിന്റെ അരുളപ്പാട് മൂലം ലഭിച്ച സൗമേൽ ബാലൻ, അവന്റെ മാതാവ് പറഞ്ഞിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ ദൈവം നീ തരികയാണെങ്കിൽ നിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ അവനെ കൊണ്ടുവിടും. വളരെ ചെറുപ്രായത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ അത് ചെയ്തു. അവനെ ദൈവത്തിന്റെ ഏലി പുരോഹിതനെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. വളരെ ചെറുപ്രായം. ഇങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് സൗമേൽ എന്നുള്ള ശബ്ദം രാത്രിയിൽ ഉറക്കത്തിൽ ബാലൻ കേൾക്കുകയാണ്. ഒരു പ്രാവശ്യമായി ഏലി പുരോഹിതന്റെ സമീപത്തേക്ക് ഓടിച്ചെല്ലുന്നു, എന്നെ വിളിച്ചോ? ഇല്ല. രണ്ടാമതായിട്ട് വീണ്ടും വന്ന് കിടന്നു, രണ്ടാമത് ശബ്ദം കേൾക്കുന്നു. 3 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് ദൈവത്തിന്റെ ശബ്ദം. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് പോലും ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കില്ലേ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. 3 പ്രാവശ്യം ഓടി ഏലി പുരോഹിതന്റെ സമീപത്തേക്ക് സൗമേൽ ബാലൻ കടന്നു ചെല്ലുമ്പോൾ 3-ാമത്തെ പ്രാവശ്യം ഏലി പുരോഹിതൻ പറയുന്നു, ഇനി ആ ശബ്ദം കേട്ടാൽ നീ പറയണം, അടിയനെ അങ്ങ് അയച്ചേക്കണമേ. അടിയൻ കേൾക്കുന്നു, അടിയനെ അങ്ങ് അയച്ചേക്കണം. ഞാൻ കേൾക്കാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന മക്കൾക്ക് മാത്രമേ എന്ത് കേൾക്കാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന്റെ ശബ്ദം. അവൻ ഉറങ്ങുകയാണെങ്കിലും അവന്റെ മനസ്സ് മുഴുവനും എന്താ? ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ. അപ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അത് പല രൂപത്തില് പല ഭാവത്തിലൊക്കെയും ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഓരോ ഭാവത്തിലായിരിക്കാം ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം സൗമേൽ ബാലന് 4-ാമത് വിളിച്ചപ്പോൾ പറഞ്ഞു, അടിയനെ അങ്ങ് അയച്ചേക്കണമേ. 1 സൗമേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയും. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ശബ്ദം. ഇവിടെ പറയുന്ന അച്ഛന്മാരുടെയോ തിരുമേനിമാരുടെയോ ഒന്നും ശബ്ദമല്ല നമ്മൾ കേൾക്കേണ്ടത്, ദൈവത്തിന്റെ ശബ്ദം. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ അങ്ങ് ഒരുക്കി വെച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. 2, ദൈവത്തിന്റെ സന്നിധി ധ്യാനത്തിനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്വാസം അനുഭവിക്കുവാനാ. 1, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടെങ്കിൽ, രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്വാസം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. യഹോവയായ ദൈവം തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കടന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്വാസം അനുഭവിക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31, 32 വാക്യത്തില് ഇപ്രകാരമാണ് പറയുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31, 32 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വരുന്നവരും പോകുന്നവരും
വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. അപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ഒരു ഏകാന്ത സ്ഥലത്ത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വീട്ടിലിരുന്നായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ജോലിയൊക്കെ ചെയ്യായിരുന്നു. പല വിരുന്നുകാരൊക്കെ, ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. അവരോട് നമുക്ക് സംസാരിക്കാമായിരുന്നു. നമുക്ക് TV-യിൽ നല്ല നല്ല പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ കാണാമായിരുന്നു. പക്ഷേ യഹോവയായ ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ നീ ഒരു ഏകാന്ത സ്ഥലത്ത് വന്ന് എന്ത് ചെയ്യണം? വേറിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് ആശ്വാസം. ഈ ഒരു ആശ്വാസം നമുക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടുകയില്ല. ഒരു ഏകാന്ത സ്ഥലത്ത്, പരുമലയുടെ ദേശത്ത് ഇങ്ങനെ ഒരു പരിശുദ്ധൻ ഇവിടെ വന്ന് താമസിച്ചു. ഈ ഭൂമി പരിശുദ്ധ ഭൂമിയായി തീർന്നൊരു വേറിട്ട് വന്ന് ആശ്വാസം അനുഭവിക്കാൻ തക്കതായിട്ടുള്ളൊരു ഭൂമിയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടേക്ക് ഓടി 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 നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കടന്നു വരുന്നത്. യഹോവയായ ദൈവത്തിന്റെ കൽപ്പനയാത് അല്ലേ? കർത്താവ് ശിഷ്യന്മാരൊക്കെ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് മലയുടെ മുകളിലൊക്കെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അതിനുവേണ്ടി നമുക്ക് ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ഭവനമാണിത്. നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് ആശ്വാസം. വലിയ ആരവാരങ്ങളൊന്നുമില്ല, നല്ല നിശബ്ദത അല്ലേ? നല്ല നിശബ്ദമായിട്ട് വന്ന് വേറിട്ട് വന്ന ആശ്വാസം. അപ്പോൾ നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത്, അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന എന്തിനാ? ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് ആശ്വാസം അനുഭവിക്കാൻ. ഒന്നാമത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. മകനെ, മകളെ എന്നുള്ള ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇന്ന് പകൽക്കാലം എനിക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 2, ദൈവമേ ഞാൻ നിന്റെ സന്നിധിയിൽ വേറിട്ട് ആശ്വാസം കൈക്കൊള്ളാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഭാരങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ വേറിട്ട് വന്ന് ആശ്വാസം അനുഭവിക്കുന്നു. മൂന്നാമതായിട്ട് ധ്യാനത്തിനിരിക്കുമ്പോൾ മൂന്നാമതായിട്ട് ലഭിക്കുന്ന കാര്യം ഒരു രൂപാന്തരം പ്രാപിക്കണം. വെറുതെ വന്നു ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറിട്ട് വന്ന് ആശ്വാസം അനുഭവിക്കണമെങ്കിൽ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പ്രഹസനത്തിനായിട്ട് ആരോ വിളിച്ചു, ഞാൻ ഇങ്ങി പോന്നു, അങ്ങനെയല്ല. നമ്മൾ സ്വയമായിട്ട് തീരുമാനിച്ചു കടന്നു വരുന്നൊരു അനുഭവം. രൂപാന്തരം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യം. രൂപാന്തരം പ്രാപിച്ചാൽ എന്തൊക്കെ ഭാവമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പറയും 28 മുതലുള്ള വാക്യങ്ങൾ, 38 അല്ല 28 മുതലുള്ള വാക്യത്തില് അവിടെ വലിയൊരു സംഭവമാണ് നടക്കുന്നത്. കർത്താവ് താബോർ മലയില് രൂപാന്തരപ്പെടുന്ന സമയം, രൂപാന്തരം പ്രാപിക്കുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് ആശ്വാസം അനുഭവിക്കണം. അപ്പോൾ ഈ ആശ്വാസം അനുഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. കടന്തൽ കുത്തിയിരുന്ന മുഖമെല്ലാം, ദേഷ്യപ്പെട്ടിരുന്ന മുഖമെല്ലാം എന്തായി മാറി? നല്ല പ്രകാശമുള്ളതായിട്ട് മാറി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നങ്ങോട്ട് വേറിട്ട് വന്നങ്ങ് ആശ്വാസം അനുഭവിച്ചപ്പോൾ വലിയ സന്തോഷം, മുഖത്തിന്റെ ഭാവം കൂടെ മാറുന്ന അനുഭവം. രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നമ്മുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറും. രണ്ടാമതായിട്ട് അടുത്ത് പിന്നെ പറയുന്നത്, അവന്റെ വസ്ത്രം ഉൾപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. കണ്ടോ, വസ്ത്രം പോലും മിന്നുന്ന വെള്ളയായി തീരുന്ന ഒരു അനുഭവം. അപ്പോൾ നീ ഓർത്തുകൊള്ളുക, ഒരു രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറും, നമ്മുടെ വസ്ത്രമൊക്കെയും മിന്നുന്ന വെള്ളയായി തീരും. അപ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ വേണം ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം. അപ്പോൾ ഈ രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹോശേയ പ്രവാചകൻ പറഞ്ഞു, നീതിയിൽ
വിതയ്ക്കണം. അനീതിക്ക് കൂട്ടുനിൽക്കാൻ നീതിയിൽ നമ്മൾ വിതയ്ക്കണം. ദയക്കൊത്തവണ്ണം കൊയ്യണം. നമ്മുടെ തരിശ് നിലങ്ങളെ, തരിശ് നിലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന തരിശ് നിലം, നമ്മൾ തരിശിലത്തെ നമ്മുടെ ഹൃദയത്തെ അവിടെ പറയുന്നത്, ഹൃദയമാകുന്ന തരിശ് നിലങ്ങളെ ഒന്ന് ഉഴുതു മറിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? യഹോവ വന്ന് നമ്മുടെ മേൽ നീതി വർഷിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, ഉപേക്ഷിക്കേണ്ടതിനെ നമ്മൾ ഉപേക്ഷിക്കുക, സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിക്കുക. കളയേണ്ടതിനെയൊക്കെ നമ്മൾ കളയണം, സ്വീകരിക്കേണ്ടതിനെ നമ്മൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. ഒരു ആശാരി തൻ്റെ പണിശാലയിൽ ഇരുന്ന് പണി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആശാരിയുടെ പണി എന്താ നമുക്കറിയാം. നല്ല നല്ല ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ തരികയാണ് ആശാരിയുടെ കർമ്മം. അപ്പോൾ ഈ ആശാരി ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള മകന് സ്കൂൾ അവധിയാ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്. അവധിയായിരുന്ന സമയത്ത്, അവധി കിട്ടുമ്പോഴൊക്കെ ഈ കുഞ്ഞ് ഈ പിതാവിനോടൊപ്പം ഈ പണിശാലയിൽ ചെന്നിരുന്ന് പിതാവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി, സൂക്ഷ്മമായിട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അവൻ ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഈ പിതാവ് ഉളിയെടുത്ത് ആ തടിയുടെ സൈഡൊക്കെ നല്ലപോലെ ചെത്തിക്കളയുന്നു. അതുപോലെ തന്നെ ചിന്തേരിട്ട് നല്ലതുപോലെ ഈ തടി വൃത്തിയാക്കുന്നു. ഇത്രയൊക്കെ ചെയ്തു. ഉളി വെച്ച് നല്ല ഭാഗങ്ങളൊക്കെയും ചെത്തി വെടിപ്പാക്കുന്നുണ്ട്, ചിന്തേരിട്ട് നല്ലതുപോലെ ഈ തടി മിനുസമാക്കുന്നുണ്ട്. എന്നിട്ട് പിതാവ് തൻ്റെ കയ്യിലിരിക്കുന്ന മെർക്കുറി ലെവല് പല പ്രാവശ്യം ഈ തടിയിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പൊ നല്ല മിനുസമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ തടി. എന്നിട്ടും ഈ പിതാവ് പല പ്രാവശ്യം ഈ മെർക്കുറി ലെവൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഈ മോൻ ഇത് പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കരമായിട്ട് സംശയം. അവൻ ചോദിച്ചു, അച്ഛൻ നല്ല ഭംഗിയായിട്ടാണ് തടിയൊക്കെ ചെത്തി വെടിപ്പാക്കി ചിന്തയിലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടാണല്ലോ വെക്കുന്നത്, പിന്നെന്തിനാ അച്ഛൻ ഈ പല പ്രാവശ്യം ഈ മെർക്കുറി ലെവൽ ഈ തടിയിൽ ഇങ്ങനെ വെച്ച് നോക്കുന്നത്? അവൻ്റെ കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ മെർക്കുറി ലെവൽ പല പ്രാവശ്യം ഇങ്ങനെ വെക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് ഈ പിതാവ് ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു, മോനെ, തടി നീ നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടൊക്കെ ഇരിക്കുകയാണ്, പക്ഷേ ഈ തടിക്ക് എന്തെങ്കിലും വളവോ പുളവോ ഉണ്ടെന്ന് നിനക്ക് കാണത്തില്ല. എന്നാൽ ഈ മെർക്കുറി ലെവൽ വെച്ച് നോക്കുമ്പോൾ മെർക്കുറി ലെവലിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ തടി ഒരു നല്ല ഫർണിച്ചറിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നല്ല നിരപ്പുണ്ടെങ്കിൽ മാത്രമേ ഓരോ ഫർണിച്ചർ ഉണ്ടാക്കുന്ന അതിൻ്റെതായിട്ടുള്ള തടിയാണ് വേണ്ടത്. അപ്പോൾ ഈ മെർക്കുറി ലെവൽ വെച്ച് നോക്കുമ്പോൾ മെർക്കുറി ലെവൽ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നല്ല ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ മെർക്കുറി ലെവൽ വെച്ച് അതിന് വളവോ പുളവോ വല്ലതും ഉണ്ടെങ്കിൽ അതെനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ വളവും പുളവും ഉള്ളത് നേരെയാക്കുവാന് വേണ്ടാത്ത ഭാഗം മുറിച്ച് കളവാനും സാധിക്കും. അപ്പോൾ ഒരു മെർക്കുറി ലെവല് വെച്ച് തടിയുടെ നിരപ്പ് മനസ്സിലാക്കുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയതാ? നമ്മളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കളയുക. ആ മെർക്കുറി ലെവലിൽ പല പ്രാവശ്യം ആശാരി വെച്ച് നോക്കി. എന്തിനു വേണ്ടിയാ? ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കണ്ടുപിടിക്കാനും അത് ചെത്തി വെടിപ്പാക്കുവാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ ഒന്ന് കണ്ടുപിടിച്ച് നമുക്കൊന്ന് ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിപ്പാൻ തക്കവണ്ണമാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന സമയം അത് പാഴാക്കി കളയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്കിന്ന് പകൽക്കാലം നമുക്ക് ഒരുങ്ങാം. ഹോശേയ പ്രവാചകൻ പറഞ്ഞ വാക്യത്തോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക എന്ന് നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നീ ഉപേക്ഷിക്കേണ്ടത് എന്താണ്? നീ നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു:
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇവിടെ പറയുന്ന വാക്യം ഇതാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യത്തിലൂടെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും, അവരുടെ പാപം ക്ഷമിക്കും, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുക. അപ്പൊ എത്ര കാര്യം ചെയ്താൽ എത്ര അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് ഇവിടെ യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. എത്ര കാര്യം നമ്മൾ ചെയ്യണം? എത്ര കാര്യം നമ്മൾ ചെയ്യണം? 1 2 3 4 5 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ 3 അനുഗ്രഹത്തെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തരും. അപ്പോൾ 1 കൂട്ടി ചെയ്താലേ ദൈവം നല്ല അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തരികയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. നമ്മുടെ പേരെന്താണ്? ദൈവത്തിന്റെ ജനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്നുള്ളൊരു നാമമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ഇത് കുറെ കഴിയുമ്പോൾ അങ്ങ് മാറും. അപ്പോൾ എവിടെയാണ് ഇത് മാറിപ്പോകുന്നതെന്നുള്ള നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനമേ, നിങ്ങൾ 4 കാര്യങ്ങൾ എന്റെ സന്നദ്ധയിൽ ചെയ്യണം. 1, ഈ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുമ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് തങ്ങളെ തന്നെ താഴ്ത്തണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ കാണിച്ചു തന്ന ആ വലിയ മാതൃക, നമ്മുടെ കർത്താവ് മുതൽ ദൈവമാതാവ് മുതൽ പരിശുദ്ധനായ പരമേല തിരുമേനി എല്ലാ പിതാക്കന്മാരും നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃകയാണത്. താഴ്മയുടെ അനുഭവം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുക, എന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു താഴ്മയുടെ അനുഭവത്തിലൂടെ, വിനയത്തിന്റെ അനുഭവത്തിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പൂർണ്ണമായിട്ട് പറവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഇല്ലാതെ വന്നിരുന്ന പ്രാർത്ഥന, താഴ്മയുടെ അനുഭവമില്ലാതെ, വിനയത്തിന്റെ അനുഭവമില്ലാതെ, ഞാൻ എന്ന ഭാവത്തോടു കൂടി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവം കേട്ടെന്ന് വരികയില്ല. ഉപേക്ഷിക്കേണ്ടതിന് ഞാൻ എന്ന ഭാവമാണ് അവിടെ ഉപേക്ഷിക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ. താഴ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. താഴ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തെങ്കിലും പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമോ? വിനയത്തിന്റെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും മുന്നോട്ട് കടന്നുപോയാൽ എന്തെങ്കിലും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമോ? തീർച്ചയായിട്ടും ലഭിക്കും. സദൃശ്യവാക്യങ്ങളിലൂടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, 22-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായന്റെ 4-ാമത്തെ വാക്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദൈവം എന്തെങ്കിലും പ്രതിഫലം നമുക്ക് തരുമോ? അല്ലാത്തതൊക്കെ ഇങ്ങനെ താപ്പോട്ട് പൊക്കോണ്ടിരിക്കും. ഇവിടെ പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം. കണ്ടോ എന്ത് വ്യക്തമായിട്ടാ യഹോവ ജ്ഞാനിയായ ശലോമോനിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജീവിതം ഈ താഴ്മയിലേക്ക് ഒന്ന് കൊണ്ടുപോവാ, യഹോവ ഭക്തിയിലേക്ക് നിന്റെ ജീവിതം ഒന്ന് കൊണ്ടുപോവാ. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. 3 അനുഗ്രഹത്തെ നിനക്ക് തരും. താഴ്മ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. യഹോവ ഭക്തി നിന്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവന്നാൽ മതി. നിങ്ങളെ ഭാവത്തോട് നടക്കുന്നവനെ താഴ്ത്തിവിടും. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം എന്താണ്? ധനം. ഒരു ബുദ്ധിമുട്ടും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ദൈവം നമുക്ക് തരാനുള്ളത് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പണത്തിന് പണം നമുക്ക് ദൈവം തന്നുകൊണ്ടേയിരിക്കും. താഴേണ്ടടുത്ത് താഴ്ന്നു കൊടുക്കണം. 2, മാനം.
മറ്റുള്ള ഒരു പക്ഷിന്റെയും മുമ്പിൽ തലകുനിക്കുവാനായിട്ട് ദൈവം ഇടയാക്കത്തില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? അല്ലേ? നമ്മള് ഏതെങ്കിലും ആവേശത്തോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരായിട്ട് 2-3 അമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുമ്പോൾ നമ്മൾ അവിടെ തലകുനിച്ചിങ്ങനെ നിൽക്കും. അപമാന ഭാരത്താൽ നമ്മളിങ്ങനെ നിൽക്കും. പക്ഷേ നീ എൻ്റെ സന്നിധിയിൽ നിന്ന് താഴ്ന്നു തന്നേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ ഒന്ന് പറഞ്ഞ് നിന്നെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മാനമുള്ളവനാക്കി തീർക്കും. 3 ജീവൻ. 1 ധനം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും. താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം, നീ ചെയ്യുന്ന ജോലിക്ക് തക്കവണ്ണം നിനക്ക് പ്രതിഫലം ദൈവം തരും. അഹങ്കാരത്തോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമുക്ക് തീർക്കുവാനായിട്ട് സാധിക്കത്തില്ല. ധനം നമുക്ക് നല്ല നല്ല ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കുന്നവർക്ക് ഓരോ കമ്പനിയുടെയും മാനേജർമാര് അല്ലേ, അവർക്ക് ധാരാളമായിട്ട് ശമ്പളം കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കും. മടയനായിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് എന്നും കൊന്നും ഒരുപോലെ തന്നെയുള്ള ഒരു അനുഭവം കടന്നു വരും. അപ്പോൾ ധനം നിനക്ക് ലഭിക്കും. മാനം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും തല ഉനിക്കേണ്ടതായിട്ട് നിനക്ക് വരികയില്ല. ഞാൻ നിന്നെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കും. 3 ജീവൻ, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ, നല്ല ആയുസ്സും ആരോഗ്യവും നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് തരും. ജീവനെ നിനക്ക് തരും. നിത്യജീവന്റെ അനുഭവം നിനക്ക് ഞാൻ തരും. അപ്പോൾ താഴ്മയോടുകൂടി നടന്നാലുള്ള അനുഭവം, അനുഗ്രഹം അതാ. എന്നാൽ ഈ ലോകത്തിൽ ഒരുപാട് ധനം സമ്പാദിച്ച ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരനാണ്, അവൻ നല്ല ജോലി, നല്ല ശമ്പളം എല്ലാം ഉണ്ട്. പക്ഷേ ഇവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സ്വാർത്ഥം, ഞാൻ എന്ന ഭാവത്തോടുകൂടി മാത്രമേ ഇവൻ പെരുമാറത്തുള്ളൂ. അങ്ങനെ ഒരു ജീവിതം മാത്രമാണ്. അങ്ങനെയായി വീട്ടിൽ നിന്ന് മാതാപിതാക്കളെ ഇറക്കി വിട്ടു, സഹോദരങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ആരുമായിട്ട് ഒരു ബന്ധവും വേണ്ട. നല്ലൊരു വീടൊക്കെ പണിത് 4 സൈഡും അതിലൊക്കെ കെട്ടി ഇങ്ങനെ സുഖമാനായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമയം. ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, സ്വന്തം കാര്യം ഇങ്ങനെ പലരും ചോദിച്ചു, ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നീ ഒരു വിവാഹം കഴിച്ചുകൂടെ, 10-30 വയസ്സായി. അപ്പോൾ അവന്റെ മറുപടി, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവക്ക് ചെലവിന് കൊടുക്കണം, 1-2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 1-2 കുഞ്ഞുങ്ങളൊക്കെ ആകും. ഈ കുഞ്ഞുങ്ങളെ പിന്നെ വളർത്തണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ് വേണം, ഒരുപാട് ചെലവാണ്. അതുകൊണ്ട് ഞാനിതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക, എനിക്ക് എൻ്റെ കാര്യം മാത്രം. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു, ധാരാളമായിട്ട് സമ്പാദിച്ചു കൂട്ടി. അപ്പൊ വലിയ ബുദ്ധിമാനാ, ആരുടെയും ഒരു സഹായവും വേണ്ടായല്ലോ. ആരുടെ ഒരു സഹായം വേണ്ടാത്തത് കൊണ്ട് ഇവന്റെ മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു, എനിക്ക് ആരുടെയും ഒരു സഹായവും വേണ്ട, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആപത്ത് വല്ലതും വന്നാൽ എന്നെ ശുശ്രൂഷിക്കാനൊന്നും ആരും കടന്നു വരരുത്. അതിനുവേണ്ടി ഇവൻ വലിയൊരു ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു വെച്ചു. കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും തലയുടെ കീഴിൽ ഒരു കുപ്പി വിഷം വാങ്ങിച്ചു വെച്ചേക്കും. എന്തെങ്കിലും ആപത്തോ അനർത്ഥങ്ങളോ വന്നാൽ എടുത്ത് കുടിക്കുക, മരിക്കുക. ഈ ഒരു ചിന്ത മാത്രം. അങ്ങനെ പല ദിവസങ്ങൾ, ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒട്ടും എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് 2 കൈയും 2 കാലും തളർന്നിങ്ങനെ കട്ടിലേ കിടക്കുകയാണ്. അവന്റെ ആരോഗ്യം മൊത്തം എടുത്തൊന്ന് എഴുന്നേൽക്കാൻ നോക്കിയത് മാത്രമല്ല, ഈ തലയണ കീഴിലിരിക്കുന്ന വിഷം ഒന്ന് എടുക്കാനായിട്ട് തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയിട്ട് അതുപോലും എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. 2 കൈയും തളർന്ന് 2 കാലും തളർന്ന് പിന്നെ എങ്ങനെ ഒന്ന് തിരിഞ്ഞാലല്ലേ തലയണ കീഴിൽ നിന്ന് എങ്ങനെങ്കിലും വിഷമെങ്കിലും ഒന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2-3 ദിവസം ഇങ്ങനെ കിടന്ന് ഇവനിങ്ങനെ 2 ദിവസം പുറത്തിറങ്ങാതിരുന്നപ്പോഴാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെന്ന് നോക്കി, ജനലും കഥവൊക്കെ എല്ലാം അടച്ചിരിക്കുന്ന ജനലിന്റെ ചില്ലൊക്കെ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ 2 കൈയും 2 കാലും തളർന്ന് ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തി ഇങ്ങനെ കട്ടിലേൽ ഇങ്ങനെ കിടക്കിയ ആൾക്കാർ പിന്നെ പെട്ടെന്ന് കതവിന്റെ പൂട്ടൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി ഇവനെ എടുത്ത് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം ഇവന് മനസ്സിലാകുന്ന മറ്റുള്ളവരുടെ സഹായത്തെ കുറിച്ച്. ഇത്രയും നാൾ എന്താ ചിന്തിച്ചത്?
എന്താ ചിന്തിച്ചത്? ഞാൻ മാത്രം, എനിക്ക് മാത്രം. ഒരു താഴ്മയിൽ, ഒരു വിനയമില്ല. ആരെ മാതാപിതാക്കളെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട, ബന്ധുമിത്രതകൾ വേണ്ട, എനിക്ക് കല്യാണവും വേണ്ട, എനിക്ക് ഭാര്യയും വേണ്ട, കുഞ്ഞുങ്ങളും വേണ്ട, ഒന്നും വേണ്ട ചിന്തിച്ച മനുഷ്യൻ. അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക വിശ്വാസി തൻ്റെ സഞ്ചാരി എന്ന പുസ്തകത്തിലൂടെ ഇപ്രകാരം, സഞ്ചാരി എന്നൊരു പുസ്തകം ഇപ്രകാരം പറയുകയാണ്: അള്ളാഹുവിൻ കരങ്ങളാൽ മെനഞ്ഞവനെ, നിന്റെ വഴി അവനിൽ നിന്ന് അകന്നു പോകരുത്. നിൻ സുഖം തേടി മാത്രം പോകുന്ന യാത്രയിൽ വീഴ്ചതൻ ഭാണ്ഡവും നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ചലിക്കില്ല നിൻ കാലുകൾ, അനങ്ങില്ല നിൻ കരങ്ങൾ, മറ്റൊരാളാൽ ചലിക്കുന്ന പാവയായി തീരും. ഓർത്തുകൊള്ളുക, ഒരു മുസ്ലിം സഹോദരൻ തൻ്റെ ജീവിതയാത്രയിൽ സഞ്ചാരി എന്ന പുസ്തകത്തിലൂടെ എഴുതുകയാണ്: അള്ളാഹുവിൻ കരങ്ങളാൽ മെനഞ്ഞവനെ, ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ, നിന്റെ വഴി അവനിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. നിൻ സുഖം തേടി മാത്രം പോകുന്ന യാത്രയിൽ വീഴ്ചതൻ ഭാണ്ഡവും നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ചലിക്കില്ല നിൻ കാലുകൾ, അനങ്ങില്ല നിൻ കരങ്ങൾ, മറ്റൊരാളാൽ ചലിക്കുന്ന പാവയായി തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ മക്കളെ, ദൈവം തന്നിട്ടുള്ള ആയുസ് അത് താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അതുകൊണ്ടാണ് നമ്മള് പാട്ടുകാരൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്: താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ തുടച്ചെന്റെ കണ്ണുനീർപ്പൊൻ കരത്താൽ തുടിക്കും നെൻ മനം സ്വർഗ സന്തോഷ. അപ്പോൾ താഴ്മയുടെ അനുഭവത്തിലൂടെ, വിനയത്തിന്റെ അനുഭവത്തിലൂടെ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമാണ് നീ എങ്കിൽ എന്താ അവിടെ പറയുന്നത്? താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. പലപ്പോഴും നമ്മുടെ കാൽ കല്ല് തട്ടി വീഴാൻ പോയപ്പോൾ രണ്ട് കൈ നീട്ടി നമ്മളെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവം വന്നപ്പോൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിരുന്ന ദൈവം എന്താ പറഞ്ഞു? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാ. അപ്പോൾ തീർച്ചയായിട്ടും തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമേ, ആ താഴ്മയുടെ അനുഭവം ഒന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം തരികയുള്ളൂ. ഞാൻ ഇത്രയും നാളും നികളഭാവത്തിലാണ് ജീവിച്ചതെങ്കിൽ, ആരോട് ഒരു സ്നേഹവുമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളോട് ദേഷ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോട് ദേഷ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അയൽപക്കക്കാരോട് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, അയൽപക്കക്കാരോട് ദേഷ്യത്തോടെ വഴക്കോടുകൂടി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ദൈവമേ ഇതൊക്കെ ഒന്ന് മാറ്റി ഒരു താഴ്മയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ. ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുക. 2, പ്രാർത്ഥിക്കുക. അപ്പോൾ താഴ്ത്തിയ മാത്രം പോരാ. താഴ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിന്റെ രണ്ടാമത്തെ പടി എന്തുവാ? പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. എങ്ങനെ പ്രാർത്ഥിക്കണം? എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം നമ്മൾ പറഞ്ഞു. പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കണം. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന, യാമപ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുവാൻ തക്കവണ്ണം, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമ്മളെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ചിന്ത, ഇന്നിപ്പോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന ആവശ്യം സാധിക്കണം. യഹോവയായ ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ജ്ഞാനിയായ സലോമോൻ മുഖാന്തരം യഹോവയായ ദൈവം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. എന്തുവാ? നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു കിട്ടും. ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് തരാമെന്നൊന്നും
പറഞ്ഞിട്ടില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു കിട്ടും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. രാവിലെ വീട്ടിൽ ഇഡലി ഉണ്ടാക്കി വെച്ചു, നല്ല കട്ടിയായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടെടുത്ത് ഒറ്റയേറ്. അതിന് പറയുന്ന പേരാണോ? അതാണോ യഹോവയായ ദൈവം പറഞ്ഞത്? അല്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അപ്പം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു കിട്ടും. നിന്റെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം അത് ഞാൻ തരും. നീ ഇച്ചിരൂടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ട്. നീ അല്പം കൂടെ ഒന്നുകൂടെ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ നിന്റെ അപ്പം നമുക്ക് ഉടനെ കിട്ടുന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾ തുറക്കപ്പെടും. അപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഉടനെ തരാമെന്നല്ല. എന്താ പറഞ്ഞത്? യാചിപ്പീൻ, യാചിച്ചുകൊണ്ടേയിരിക്കണം, യാചിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് എന്താണ് ആവശ്യം അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഇത്ര കാര്യങ്ങൾ ആവശ്യമുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. മുട്ടിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും മുട്ടിക്കൊണ്ടേയിരിക്കണം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു കിട്ടും. അപ്പോൾ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനമേ, നിങ്ങളെ തന്നെ താഴ്ത്തണം, എൻ്റെ സന്നിധി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. രണ്ടാമതായിട്ട് എന്ത് പറഞ്ഞു? നല്ലതുപോലെ പ്രാർത്ഥിക്കണം. ദൈവാനുഗ്രഹത്തെ തരുന്നത് എപ്പോഴാണെന്ന് അറിയുകയില്ല. ദൈവാനുഗ്രഹത്തെ തരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിയുകയില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു കിട്ടും. ദൈവം തരുന്ന അനുഗ്രഹം അതെപ്പോഴാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണുന്ന വലിയൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളൊക്കെ വിവാഹ കൂദാശയിലേക്ക് കടന്നു വരും. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹ കൂദാശയിലേക്ക് കടന്നു വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ആദ്യത്തെ ദിവസം തന്നെ ഒരു തീരുമാനം അങ്ങ് എടുക്കും. എന്താ തീരുമാനം എടുക്കുന്നത്? രണ്ടുപേരുടെ തീരുമാനം എടുക്കും, നമുക്കൊരു 3-4 വർഷം അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം, ശരിക്കും അങ്ങ് എൻജോയ് ചെയ്ത് ജീവിക്കാം. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ആര് മതി? കുഞ്ഞുങ്ങൾ മതി, അല്ലേ? 5 വർഷം അവര് ശരിക്കങ്ങ് എൻജോയ് ചെയ്തു. പിന്നെ 5 വർഷം തൊട്ട് കിടന്ന് ചക്രശ്വാസം വലിക്കുക. 10 വർഷമായി നാട്ടുകാരെല്ലാം പരിഹസിച്ചു തുടങ്ങി. ദൈവം നിനക്ക് തരാനായിട്ട് എന്നാ ഉദ്ദേശിച്ചത്? നിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു നിനക്ക് ഒരു കുഞ്ഞിനെ തരണമെന്ന്. പക്ഷെ നീ എന്താ പറഞ്ഞു? എനിക്ക് വേണ്ട. എന്നാ പിന്നെ നീ പ്രാർത്ഥിരുന്നു. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ആയില്ല. 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായപ്പോൾ ഒരു കുഞ്ഞിന്. കാരണം പ്രാർത്ഥനയുടെ പൂർണ്ണത കടന്നു, കണ്ണുനീരിന്റെ ഒഴുക്ക് ശക്തിപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, നിന്റെ അപ്പത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വെള്ളത്തിന്മേൽ എറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഏറെ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു കിട്ടും. അപ്പോൾ എറിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. യാചിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ. അതുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ട് അനുഗ്രഹം ലഭിക്കണമെന്ന് ഇല്ല. എല്ലാ ദിവസവും പ്രാർത്ഥന മുടക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുന്നതിന് അപ്പുറമായിട്ട് 100 ചോദിച്ചാൽ 200 തരുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. 3 അവിടെ മൂന്നാമതായിട്ട് പറയുന്നു, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. 1 പറഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക. 2 പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 3-ാമത് പറയുന്നു എന്റെ മുഖം അന്വേഷിക്കുക. ദൈവത്തെ കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കുക. ഇവിടെ ആരാധനയ്ക്ക് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാ. ദൈവത്തെ കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ശ്രമിച്ചിട്ടുണ്ടല്ലേ?
സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ കർത്താവിനെ അന്ന് ജീവിച്ചിരുന്നവരെല്ലാവരും കാണപ്പോൾ ദൈവത്തെ കാണാനായിട്ട് നമ്മൾ ഒരു മനുഷ്യനും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തെ കാണാനായിട്ടുള്ള മാർഗം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എവിടെ? നമ്മളെല്ലാവരും ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തെ കണ്ടിട്ടുള്ളവരാ. ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 35 മുതൽ 40 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അയ്യോ, ഇതൊക്കെ എപ്പോ ഞങ്ങൾ ചെയ്ത്? ശിഷ്യന്മാർ പേടിച്ചു പോയി. കാരണം കർത്താവിന് ഇതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ചെയ്തു കൊടുത്തോ? ഇല്ല. രോഗിയായിട്ട് കിടന്ന് കർത്താവ് രോഗിയായിട്ട് കിടന്നപ്പോൾ കാണാനായിട്ട് ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. കർത്താവ് നഗ്നനായിട്ട് കണ്ടിട്ടില്ല, വിശന്ന് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ ഈ ഏറ്റവും എളിയ ഒരുത്തിന് ചെയ്തത് എനിക്കാകുന്നു ചെയ്തത്. അപ്പോൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇനി ആരും പറയരുത് ദൈവത്തെ കണ്ടിട്ടില്ലെന്ന് പറയരുത്. മദർ തെരേസ തന്റെ ജീവിതത്തിൽ ഓട്ടോബയോഗ്രഫിയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. കൽക്കട്ടയുടെ തെരുവീതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ച് മറ്റ് വ്രണങ്ങളാലൊക്കെയും ബാധിച്ച് അനേക മക്കൾ ഇങ്ങനെ റോഡിന്റെ തെരുവീതിയിൽ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഓരോരുത്തരെ ഉറമ്പിച്ചെന്നിട്ട് തന്റെ കയ്യിലോട്ട് അവരെ മടിയിലോട്ട് അവരെ എടുത്ത് തലയെടുത്ത് കിടത്തി വെച്ചിട്ട് ഈ വ്രണങ്ങളിലൊക്കെ അന്നേരം ഇങ്ങനെ പുഴു അരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വ്രണത്തിൽ നിന്നും തന്റെ കൈകൊണ്ട് ഈ പുഴുവിനെ ആരെടുത്ത് കളയും? ഈ മദർ തെരേസ എടുത്തു കളയും. അപ്പോൾ മദർ തെരേസ ഈ പുഴുവിനെ, ഓരോ പുഴുവിനെ എടുക്കുമ്പോഴും ഈ രോഗിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം, ഇതൊരു ആശ്വാസം അല്ലേ? ആ പുഴു ഇരുന്ന് കടിക്കുന്ന വേദന, അതിൽ നിന്നൊരു മുക്തി ലഭിച്ചു, ഭയങ്കര സന്തോഷം. അത് കണ്ടിട്ട് മദർ തെരേസ പറഞ്ഞ വാചകം ഇപ്രകാരമാണ്: ഇവരുടെ ഈ മുഖത്ത് കാണുന്ന സന്തോഷം എനിക്ക് ദൈവത്തെ കാണുന്നതിന് തുല്യമാണ്. അപ്പോൾ ദൈവത്തെ കണ്ടു. ഇവരുടെ ഈ മുഖത്ത് കാണുന്ന സന്തോഷം എനിക്ക് ദൈവത്തെ കാണുന്നതിന് തുല്യമാണ്. നമുക്കുള്ളതിൻ്റെ ഒരു അംശം, എല്ലാം കൊടുക്കണമെന്ന് പറയുന്നില്ല, നമ്മളെക്കാൾ എളിയവരായ എന്റെ മുഖം അന്വേഷിക്കണം. അപ്പൊ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടത് എവിടെയാ? നമ്മളെക്കാൾ എളിയവരായിട്ടിരിക്കും നമ്മുടെ സമീപത്ത് പലരും കടന്നു വരും. നമുക്കുള്ളതിന്റെ ഒരു അംശം, ഒത്തിരി കൊടുക്കണമെന്നൊന്നും ആരും പറയത്തില്ല, ഒരു അംശം അത് ദൈവത്തിന്റെ സന്നദ്ധയിൽ കൊടുക്കുവാൻ തക്കണം നമുക്കിടയാണ്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടത് അവിടെയാണ്. എൻ്റെ ഏറ്റവും എളിയ ഒരുത്തിന് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കും. നരകത്തിലെ അതിവേദന, നരകവും സ്വർഗവും നമുക്കറിയാം. നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ? മാലാഖമാരൊക്കെ ഇങ്ങനെ ആരാധിക്കുന്ന സന്തോഷത്തിന്റെ അനുഭവം. നരകം എന്ന് പറഞ്ഞാലോ ഭയങ്കര തീയും അല്ലേ? ദുഃഖവും മുറവിളിയും കണ്ണുനീരും പുഴുവും എല്ലാം ഉള്ള പ്രദേശമാണ് നരകമെന്ന് നമ്മുടെ ചിന്ത. അപ്പോൾ ഈ നരകത്തിലെ അതിവേദന കണ്ടിട്ട് സ്വർഗത്തിലിരുന്നൊരു മാലാഖയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം തോന്നി. നമുക്കും ദുഃഖം തോന്നിയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നമുക്കും ദുഃഖം തോന്നാറുണ്ട് അല്ലേ? നമ്മൾ അങ്ങോട്ടും കടന്നു ചെല്ലത്തില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പരിതപിക്കുക, എന്നാൽ അവൻ അങ്ങനെ പറ്റിയല്ലോ, അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നൊക്കെ നമ്മളും പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ മാലാഖയ്ക്ക്, സ്വർഗത്തിലിരുന്ന മാലാഖയ്ക്ക് നരകത്തിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദുഃഖം തോന്നി. മാലാഖ ദൈവത്തിന്റെ സമീപത്തേക്ക് കടന്നിട്ട്, ദൈവമേ
നീ ആ നരകത്തിലെ അതിവേദനകൾ കാണുന്നില്ലേ? അവിടെ കിടന്ന് ജനങ്ങൾ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ? എന്നെ അവരുടെ സമീപത്തേക്ക് ഒന്ന് വിട്, ഞാൻ അവിടെ പോയി അവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. മാലാഖ ദൈവത്തോട് ഇങ്ങനെ പറയാ. ദൈവം പറഞ്ഞു, നീ പോയിട്ട് യാതൊരു കാര്യമില്ല. ഒരു നന്മ പ്രവൃത്തി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ചെയ്യാത്ത വ്യക്തികളാണ് അവിടെ കിടക്കുന്നത്. നീ എത്ര പോയാലും അവരൊരു നന്മ പ്രവൃത്തി ചെയ്തിട്ടില്ല, നിനക്ക് ആരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കത്തില്ല. മാലാഖ പറഞ്ഞു, ദൈവമേ ഞാനൊന്ന് പോയി നോക്കട്ടെ, ആരെങ്കിലും എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഇങ്ങ് മേപ്പോട്ട് കൊണ്ടുവരാം. ദൈവം പറഞ്ഞു ഇല്ല. ഇങ്ങനെ മാലാഖ ഇങ്ങനെ ഒത്തിരി കടും പിടുത്തം പിടിച്ചപ്പോൾ ദൈവം പിന്നെ അങ്ങ് സമ്മതിച്ചു. നമ്മൾ കുഞ്ഞുങ്ങള് നമ്മുടെ മുൻപിൽ വന്ന് പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുമ്പോൾ നമ്മൾ അയഞ്ഞു കൊടുക്കത്തില്ലേ? അതുപോലെ ഒരു പിതാവ് കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന പോലെ ഈ ദൈവം, നമ്മുടെ ദൈവം മാലാഖയോടും അയഞ്ഞു. നീ എന്നാ പോയിട്ട് വാ, ഉള്ളത് കിട്ടുന്നതിനെ ഇങ്ങ് കൊണ്ടുപോരാ. മാലാഖയ്ക്ക് സന്തോഷമായി. മാലാഖ നരകത്തിലേക്ക് ഇങ്ങനെ പോകുക. അയ്യോ, മാലാഖ കടന്നു വരുന്ന കണ്ടപ്പോഴത്തേന് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വലിയ സന്തോഷം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോരുത്തര് ഇങ്ങനെ മാലാഖ വരുന്ന കണ്ടിട്ട് ഓടി എണീറ്റ് ഇങ്ങനെ വരാൻ നോക്കിയപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ ചെവി കൂടൊക്കെ ഇങ്ങനെ അട്ട അഴിഞ്ഞു പോന്നു, ദേഹത്തോടൊക്കെ ഇങ്ങനെ പുഴുവരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇതിനെയൊക്കെ അട്ടയൊക്കെ പറക്കിക്കളഞ്ഞ് പുഴുവിനെയൊക്കെ പറക്കിക്കളഞ്ഞ് ഇങ്ങനെ ഓടി ചെല്ലുക. തീയുടെ കാകത്തോട് ഇങ്ങനെ ഓടിച്ചെന്ന് മാലാഖ അവിടെ ചെന്നു. മാലാഖ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു ചെറിയ നന്മ പ്രവൃത്തിയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാനങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളിൽ ആരെങ്കിലും ഒരു ചെറിയ നന്മ പ്രവൃത്തിയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ കൂടിയിരുന്നവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒന്നും അങ്ങോട്ട് എടുത്ത് പറയത്തക്കതായിട്ടൊന്നും ഇല്ല. എങ്ങനെയൊക്കെയോ ലോകത്തിൽ ജീവിച്ചു ഇങ്ങി പോന്നു. അപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് ചട്ടയും മുണ്ട് കൊടുത്തൊരു അമ്മച്ചി ചാടി എണീറ്റു. മാലാഖേ, ഞാനൊരു നന്മ പ്രവൃത്തി തന്നെ ഇപ്പോഴാ ഓർക്കുന്നു, ഞാനൊരു നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അയ്യോ, മാലാഖയ്ക്ക് സന്തോഷമായി. ദൈവം എന്തുവാ പറഞ്ഞത്? ഒന്നുമില്ല, നിനക്കൊന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കത്തില്ല. അപ്പോൾ മാലാഖ ചോദിച്ചു, മാലാഖയ്ക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. മാലാഖ ചോദിച്ചു, അമ്മച്ചി എന്താ ചെയ്തത്? എന്ത് നന്മ പ്രവൃത്തിയാണ് ചെയ്തത്? അപ്പം അമ്മച്ചി പറഞ്ഞു, ഞാൻ വലിയൊരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നെ വലിയൊരു കുടുംബത്തിലാണ് കെട്ടിച്ചു വിട്ടത്. എൻ്റെ ഭർത്താവിന് ഭയങ്കര ബിസിനസ് ആയിരുന്നു, കോടിക്കണക്കിന് സ്വത്തൊക്കെ. ഞാൻ ഒരു ദുഃഖവും പ്രയാസവും ഒന്നും അനുഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെ സന്തോഷവതിയായിട്ട് ജീവിക്കുകയാണ്. ഒരു ദിവസം അങ്ങാര് ബിസിനസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി സാധനം കൊണ്ടുവന്നു, വീട്ടിലേക്കുള്ള സാധനം കൊണ്ടുവന്നു. അതിനകത്തില് 5 കിലോ ചുമന്നുള്ളി ഉണ്ടായിരുന്നു, കൊച്ചു ചുമന്നുള്ളി. അത് ഞാൻ എൻ്റെ വീടിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ പാറ്റി പറക്കി, എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ പാറ്റി പറക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്നൊരു സ്ത്രീ, ഒരു പാവം പിടിച്ച സ്ത്രീ വന്ന്, അമ്മയെ വല്ലോ തരണേ. ആദ്യം ഞാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടും എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട്. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ചുമന്നുള്ളിക്കകത്തിലെ ഏറ്റവും ചെറിയ ഒരു ഉള്ളി എടുത്ത് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തു. ഓ, എന്തൊരു സന്തോഷം! അച്ഛൻ 5 കിലോ ചുമന്നുള്ളി കൊണ്ട് കൊടുത്തതാ. അതിനകത്തിലെ ഏറ്റവും ചെറിയ ഒരു ഉള്ളി എടുത്ത് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തു. മാലാഖയ്ക്ക് സന്തോഷമായി. ചെറിയ ഉള്ളിയെങ്കിൽ ഉള്ളി, ഒരു നന്മ പ്രവൃത്തി ചെയ്തില്ല. അപ്പോൾ മാലാഖ പറഞ്ഞു, ഈ ഉള്ളി എൻ്റെ കയ്യിൽ ഇപ്പം വരും, നീ കൊടുത്ത ഉള്ളി എൻ്റെ കയ്യിൽ വരും. അതിൻ്റെ ഒരു സൈഡ് ഞാൻ പിടിക്കും, മറ്റേ സൈഡ് നീ പിടിച്ചോണം. നമ്മൾ എങ്ങോട്ട് പോവാ? അല്ല, നിന്നെ നേരിട്ട് പിടിക്കാനൊന്നും എനിക്ക് അവകാശമില്ല. ഉള്ളിയിൽ നീ ചെറിയ ഉള്ളിയാണ്, നീ ഓർത്തോണം. ഒരു സൈഡ് നീ മുറുകെ പിടിച്ചോണം, മറ്റേ സൈഡ് ഞാനും മുറുകെ പിടിക്കുക. ഓ, സന്തോഷമായി. ഉള്ളി വന്നു, പിടിച്ചു. ഇങ്ങനെ മേപ്പോട്ട് പോയപ്പോളാ അമ്മച്ചി ഒരു ചിന്ത, അയ്യോ, അയലോക്കത്തെ മറിയ കൊച്ചിനോട് പോവാന്നൊന്ന് പറയാനായിട്ട് സാധിച്ചില്ല. അയ്യോ, ഞങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞത്, അയലോക്കാരോടൊന്നും പറയാൻ പറ്റില്ല ഞാൻ അങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം. അമ്മച്ചി ഇങ്ങനെ അങ്ങോട്ട് ചെന്നപ്പം താപ്പോട്ട് ഒന്ന് നോക്കിയപ്പോ ദാണ്ടടാ, അമ്മച്ചിയുടെ കാലെ പിടിച്ച് മറിയച്ചേട്ടത്തി കിടക്കുന്നു, അവരെ പിടിച്ച് താപ്പോട്ട് കിടക്കുന്നു. ഇങ്ങനെ ആൾക്കാർ ഒത്തിരി പേര് കയ്യിലും കാലിലും എല്ലാം തൂങ്ങി കിടക്കുന്നുടാ. ഞാൻ ചെയ്ത നന്മ പ്രവൃത്തി കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഇവളെന്തിനാ എൻ്റെ കൂടെ വരുന്നത്? അമ്മച്ചി ചെയ്തതെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടങ്ങ്
ഞെളിവരുണ്ട്. ഇതിനെല്ലാം തെള്ളി താഴണം. അമ്മച്ചി കാലിട്ടടിക്കുന്നു, കൈയിട്ടടിക്കുന്നു. ഇങ്ങനെ അടിച്ച കൂട്ടത്തിൽ ഉള്ളി നേർ പകുതിയായിട്ട് മുറിഞ്ഞു. പകുതി ഉള്ളിയും കൊണ്ട് മാലാക സ്വർഗത്തിലോട്ടും പോയി. ബാക്കി ഉള്ളിയും കൊണ്ട് അമ്മച്ചി നേരെ താഴേക്കും വന്ന്. അമ്മച്ചി ഒരു കാര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്താണ്? ഞാൻ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അയൽപക്കക്കാരോട് അങ്ങ് രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്ന് അമ്മച്ചി ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. അവരും രക്ഷയുടെ അനുഭവത്തിൽ ദൈവത്തിന്റെ മുഖം അവിടെ അന്വേഷിക്കാനായിട്ട് ആർക്ക് സമയം കിട്ടില്ല. അമ്മച്ചിക്ക് മാത്രം പോകണം എന്നുള്ളൊരു ചിന്ത കടന്നു വന്നു. ഉള്ളി പകുതിയും കൊണ്ട് മാലാഖയും പോയി, പകുതിയും കൊണ്ട് അമ്മച്ചി നേരെ നരകത്തിലേക്ക് തന്നെ വീഴുന്നത്. അപ്പൊ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടുന്ന സമയത്ത് നമ്മൾ അന്വേഷിച്ചിരിക്കണം. എൻ്റെ ഏറ്റവും എളിയ ഒരുത്തിനെ ചെയ്യുന്നത് നിങ്ങൾ എനിക്കാകുന്നു ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. നാലാമതായിട്ട് പറയുന്നത് എന്തുവാ? തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. അപ്പോൾ 4 കാര്യം ചെയ്താലേ അടുത്ത എത്ര അനുഗ്രഹം ദൈവം തരത്തുള്ളൂ? 3 അനുഗ്രഹം തരത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ കുറച്ച് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ എന്ന് യഹോവയുടെ ദൈവം ഇവിടെ പറയുകയാണ്. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. എന്താണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ദുർമാർഗം? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുർമാർഗങ്ങൾ കടന്നു വന്നിട്ടില്ലേ? ഇല്ലേ? ഒരുപാട് ദുർമാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് കണ്ടുപിടിച്ച്, ഞാൻ പറഞ്ഞു, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിപ്പാനുമായിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് നമ്മളുടെ ദുർമാർഗങ്ങൾ? ആത്മാവിന്റെ ഫലങ്ങൾ എത്ര എണ്ണമുണ്ട്? 9. ഏതൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അല്ലേ? 9 എണ്ണം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. ജഡത്തിന്റെ പ്രവൃത്തികൾ എത്ര എണ്ണമുണ്ട്? 15. ഏതൊക്കെയാ? അതറിയത്തില്ല. ഇത്ര ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അറിയത്തില്ല. പക്ഷെ ആത്മാവിന്റെ ഫലങ്ങൾ എനിക്ക് കാണാതെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ വന്നത് ഇത്ര കാര്യമേ ഉള്ളൂ. ഇതിപ്പോ ജഡത്തിന്റെ പ്രവൃത്തികൾ അറിയത്തില്ല, ആത്മാവിന്റെ ഫലങ്ങൾ അറിയാം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതിന് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ല എന്ന് ചിന്തിക്കുക. ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജില്ല, അയലോക്കത്തെല്ലാം ഫ്രിഡ്ജുണ്ട്, ദൈവമേ എനിക്കൊരു ഫ്രിഡ്ജ് തരണേ. ഇങ്ങനെ നമ്മളിങ്ങനെ ദൈവത്തോട് പറയുന്നു. അച്ഛൻ ഗൾഫിലാണ്, അച്ഛനോട് വിളിച്ചു പറഞ്ഞു ഫ്രിഡ്ജില്ല, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം. അച്ഛൻ തിരിച്ചു പറഞ്ഞു, എടി നീ നല്ലതുപോലൊന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ഒരാഴ്ച ഓവർ ടൈം കിട്ടിയാൽ എനിക്ക് പൈസ കൂടുതൽ കിട്ടും, ഞാൻ നിനക്ക് ഫ്രിഡ്ജ് വാങ്ങിക്കാനുള്ള പൈസ അയച്ചു തരാം. സെപ്റ്റംബർ മാസം 1-ാം തീയതി ആയിരുന്നു. എന്താന്ന് 8 നോമ്പ് തുടങ്ങുക. സ്ത്രീകളെല്ലാവരും കുളിച്ച് ഈറനണിഞ്ഞ് ഇരിക്കുന്ന സമയം. സെപ്റ്റംബർ മാസം 1-ാം തീയതി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 30-ാം തീയതി വരെ ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ച്? എൻ്റെ അച്ഛന് ഓവർ ടൈം കിട്ടണേ, എനിക്കൊരു ഫ്രിഡ്ജ് തരണേ. എൻ്റെ അച്ഛന് ഓവർ ടൈം. ഒരു ദിവസം അല്ല പ്രാർത്ഥിച്ചത്, ഒരു മാസം മൊത്തം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ മാസം 30-ാം തീയതി വൈകിട്ട് അച്ഛൻ്റെ ഫോൺ വന്നു. എനിക്കിതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിളിക്കാനൊന്നും സമയം കിട്ടില്ല, കാരണം എനിക്ക് ഓവർ ടൈമായിട്ട് കുറേ ദിവസം ജോലി ചെയ്യേണ്ടി വന്നു. എനിക്ക് ശമ്പളം കഴിഞ്ഞ മാസത്തിനേക്കാൾ കൂടുതൽ ഓവർ ടൈം ചെയ്ത് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകിട്ട് ഇതങ്ങോട്ട് അയക്കാൻ പോവുക, നീ എന്ത് ചെയ്തോണം? നാളെ പോയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചോ. ഇപ്പം എല്ലാം പെട്ടെന്നാണല്ലോ, വെസ്റ്റേൺ യൂണിയൻ മണിയിൽ പെട്ടെന്ന് പണം ഇങ്ങ് വരും, ബാങ്കിൽ പോയി എടുത്താൽ മതി. ഭയങ്കര സന്തോഷമായി. ഒക്ടോബർ മാസം 1-ാം തീയതി പോയി പൈസ എടുത്തു, ഫ്രിഡ്ജ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അന്ന് വൈകിട്ടിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചോ? ദൈവമേ എൻ്റെ അച്ഛൻ ഓവർ ടൈം കിട്ടണേ, എനിക്ക് ഫ്രിഡ്ജ് തരണേ. പ്രാർത്ഥിച്ചോ? ഇല്ല. കിട്ടി അല്ലേ? അപ്പോൾ
കിട്ടിയ സ്ഥാനത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചില്ല. ഇതേ ഇവിടെ സംഭവിച്ചുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യമാണ്, കാണാതറിയാം. എന്തുവാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. നമുക്ക് പൂർണ്ണ ബോധ്യം. കാരണം എന്താ? ഇതൊന്നും ഇല്ല. ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഫ്രിഡ്ജ് ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരുന്ന് കിട്ടി. ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കാറുമില്ല. എന്താ ഉള്ളത്? ജഡത്തിന്റെ പ്രവർത്തികൾ 15 നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ യഹോവയായ ദൈവം പൗലോസ്ലീഹ മുഖാന്തരം നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇതൊക്കെയുമുണ്ട്. ദുർമാർഗങ്ങളെ നീ വിട്ടുതിരിയണം. ദുർനടപ്പ്, ആവശ്യമില്ലാത്ത വഴിയിലുള്ള യാത്ര നീ നിർത്തണം. അശുദ്ധി, ശുദ്ധിയില്ലാത്ത അവസ്ഥയിലുള്ള യാത്ര. പിന്നെ ദുഷ്കാമം, വിഗ്രഹാരാധന, ജീവനുള്ള ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളുടെ സമീപത്തേക്കുള്ള പോക്ക്. ആഭിചാരം, അമ്മായിയമ്മയുടെ തല അങ്ങ് പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ അമ്മായിയപ്പനെ അങ്ങാരിവിടെ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ അയൽപക്കക്കാര് നശിച്ചു പോകണം. ആഭിചാരക്രിയ, ക്ഷുദ്രക്രിയ അല്ലെ? പഴയ നിയമത്തിലൊക്കെ ഒത്തിരി അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആഭിചാരം. പിന്നെ പക വെച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മറ്റുള്ളവനോട് പക വെച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം. നീ ഇന്ന് വിടണം ഇത്, പക. പിന്നെ പിണക്കം, യാതൊരു കാര്യവുമില്ലാതെ പിണങ്ങിയിരിക്കുന്ന അനുഭവം. പിന്നെ ജാരശങ്ക, സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അയലോക്കത്തെ അച്ഛനെയോ അയലോക്കത്തെ അമ്മ ചേച്ചിയെ ഒന്ന് കിട്ടിയാൽ നല്ലതല്ലേ? ജാരശങ്ക. ഒത്തിരി പേര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ജാരശങ്ക. പിന്നെ ക്രോധം, വെറുതെ അങ്ങ് കോപിക്കുന്ന അനുഭവം, വെറുതെ ദേഷ്യപ്പെടുന്ന അനുഭവം. ശാഠ്യം, ഞാൻ പിടിക്കുന്ന മുയലിനെല്ലാം അല്ലയോ 5-6 കൊമ്പ് എന്നുള്ള രീതിയിൽ കടും പിടുത്തം പിടിക്കുന്ന അനുഭവം, ശാഠ്യം. പിന്നെ ദ്വന്ദ്വപക്ഷം, ഇരുതോണിയിൽ കാല് വെക്കുക. ഇവിടെ കേൾക്കുന്ന കാര്യം അമ്മായിയമ്മയോട് ഒരു രൂപത്തിൽ പറയും, മരുമോളോട് വേറൊരു രൂപത്തിൽ പറയും അല്ലേ? പിന്നെ ഇരുതോണിയിൽ കാല് വെക്കുക, മൂക്കും കുത്തി താഴെ വീഴും. ഭിന്നത, ഭിന്നിപ്പിക്കുന്ന അനുഭവം, സ്നേഹത്തിലിരിക്കുന്നവരെ ഭിന്നിപ്പിക്കുന്ന അനുഭവം. അസൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യമാണ് അസൂയ. അസൂയപ്പെടുന്ന എന്തിനുണ്ടാ? എവിടുന്ന ഈ അസൂയ കടന്നു വരുന്നത്? അസൂയ ആരംഭിക്കുന്ന എവിടെ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് അസൂയ, അതല്ലേ അങ്ങനെ പറയുന്നത്? ആ വികാരം അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വായിച്ചിട്ടുണ്ടോ വേദപുസ്തകത്തിൽ? സഭാപ്രസംഗി 4-ാം അധ്യായം 4-ാം വാക്യം. സഭാപ്രസംഗിയിലൂടെ ജ്ഞാനിയായ ശലോമോൻ, അസൂയ എവിടെ നിന്നാ കടന്നു വരുന്നത്? നമ്മൾ അസൂയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എൻ്റെ ദൈവം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തരും. അപ്പൊ മറ്റൊരാളെ നോക്കി അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? എൻ്റെ ദൈവം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എൻ്റെ കയ്യിൽ തരും. അത് വേറെ ആർക്കും കൊടുക്കത്തില്ല. എന്താ 4-ാം സഭാപ്രസംഗി 4:4 പറയുന്നത് എന്തുവാ? സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയും ഒക്കെയും ഒരുവന് മറ്റവനോട് അസൂയ തോന്നും. കണ്ടോ? അസൂയ കടന്നു വരുന്നത് എവിടുന്ന? സകല പ്രയത്നം. ഒരുത്തൻ കഷ്ടപ്പെട്ട് വല്ലതൊക്കെ സമ്പാദിച്ച് കൂട്ടുന്നത് കാണുമ്പോഴാണ് ഇവിടെ ചുമ്മാ ഇരിക്കുന്നവൻ എന്ത് കടന്നു വരുന്നത്? അസൂയ വരുന്നത്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ട്. ഒരുത്തൻ നല്ലവണ്ണം കൃഷി ചെയ്ത് അവന്റെ തോട്ടത്തിൽ ഇഷ്ടം പോലെ വാഴയുണ്ടായി, നല്ല വാഴക്കൊല ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് ഇപ്പുറത്തിരിക്കുന്നവൻ മടിയനായിട്ടിരുന്നവൻ ഇങ്ങനെ ഇരുന്നിട്ട് അസൂയപ്പെടുക. അതെങ്ങനെ നശിപ്പിക്കാം? സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തി അല്ലേ? നമുക്കറിയാം, ഓരോ സാമർത്ഥ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് വരും, ഇവക്കൊരു പണിയും ഇല്ലയോ, അല്ലെങ്കിൽ ഇവനൊരു പണിയുമില്ലയോ എന്നും പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്താനായിട്ട്. അപ്പോൾ സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയുമാണ്
ഒരുത്തിന് മറ്റൊരുത്തിനോട് അസൂയ. അപ്പൊ നമുക്ക് ഇത് ചെയ്യരുതോ? നമുക്ക് അധ്വാനിക്കരുതോ? നമുക്ക് അധ്വാനിച്ചാൽ നമുക്ക് ദൈവം പ്രതിഫലം തരത്തില്ലേ? തരും. നമുക്ക് സാമർത്ഥ്യമായിട്ട് മുന്നോട്ട് കടന്നു വരരുതോ? സ്ത്രീ സമാജത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ നിൽക്കും. ഇതങ്ങോട്ട് പറയുമ്പോഴത്തേന് എന്നെ കൊണ്ട് വയ്യ, എന്നെ കൊണ്ട് എന്നെ. ഇത് കണ്ടിട്ട് അയലോക്കത്തെ സൂസി സെക്രട്ടറി ആയി കഴിയുമ്പോൾ പിന്നെ അവളെ അങ്ങോട്ട് കുറ്റപ്പെടുത്താനാ സമയം. പിന്നെ അവിടെ കുറ്റം കണ്ടുപിടിക്കുക, അത് മറ്റുള്ളവരോട് ചെന്ന് പറയുക. എന്നാൽ സാമർത്ഥ്യം, നിനക്ക് സാമർത്ഥ്യം ദൈവം തന്നിട്ടുണ്ട്, നീ എന്തായി മാറണമായിരുന്നു? നിനക്കൊരു പദവി ദൈവം തരാനായിട്ട് ആഗ്രഹിച്ചെങ്കിൽ ആ പദവിയിലേക്ക് നീ കടന്നു വരണം. അല്ല, സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയും ഒരു മനുഷ്യന് മറ്റൊരുത്തിനോട് അസൂയ. അപ്പൊ അസൂയപ്പെട്ട് യാതൊരു കാര്യമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. അത് വേറെ ആരും കൊണ്ടുപോകത്തില്ല. ചേട്ടനും കൊണ്ടത്തില്ല, ചേട്ടനെയും കൊണ്ടത്തില്ല, മാതാപിതാക്കളും കൊണ്ടത്തില്ല. ദൈവം നിനക്കൊരു കാര്യം തരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നിന്റെ കയ്യിൽ തന്നെ ഏതിലേക്കൂടെയും കറങ്ങിത്തിരിഞ്ഞ് നിന്റെ കയ്യിൽ വരും. അസൂയ. പിന്നെ മദ്യപാനം, ഇല്ലയോ? വലിയൊരു പ്രശ്നമാണ് മദ്യപാനം. നമ്മുടെ പല പുരുഷന്മാരിത്, പല കുടുംബങ്ങളും നശിച്ചു പോകുവാനായിട്ട് ഇടയാകുന്നത് അതുകൊണ്ടാണ്. അതിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് മദ്യപാനി എന്ത് അവകാശമാക്കത്തില്ല? സ്വർഗരാജ്യം ഒരിക്കലും അവകാശമാക്കിയില്ല. അഗ്നി നരകത്തിൽ ചെന്ന് വീഴേണ്ടതായിട്ട് വരും. വെറിക്കൂത്ത്. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സമയം ദൈവത്തിന് കൊടുക്കുക. അത് കൊടുക്കാതെ വെറിക്കൂത്തിന്റെ അനുഭവത്തിൽ അപ്പോൾ ജഡത്തിന്റെ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയാൻ പറഞ്ഞ എത്ര? 15 ജഡത്തിന്റെ പ്രവർത്തികളെ വിട്ടുതിരിഞ്ഞെങ്കിലേ 9 ആത്മാവിന്റെ ഫലങ്ങളെ കായ്ക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞു 4 കാര്യങ്ങൾ ചെയ്താലേ 3 അനുഗ്രഹത്തെ ദൈവം തരികയുള്ളെന്ന് ദിനവൃത്താന്തത്തിലൂടെ യഹോവ പറയുന്നു. ഇവിടെ പൗലോസ്ലീഹാ മുഖാന്തരം കർത്താവ് 15 ജഡത്തിന്റെ പ്രവർത്തികളെ നീ ഒന്ന് ഉപേക്ഷിച്ചാലേ നിനക്ക് 9 ആത്മാവിന്റെ ഫലങ്ങളെ ഞാൻ തരികയുള്ളൂ. അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിന് നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ എന്ത് അനുഗ്രഹം? നമ്മുടെ സമയം തീരുകയാണ്. എന്ത് അനുഗ്രഹമാണ് ദൈവം നമുക്ക് തരുന്നത്? 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്തൊക്കെ? തങ്ങളെ തന്നെ താഴ്ത്തണം, പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. അതിനിപ്പോൾ എന്താ ദൈവം അനുഗ്രഹം തരുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കാം. നിങ്ങൾ എന്ത് ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ഈ 4 കാര്യം ചെയ്തിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും. കണ്ടോ? ദൈവം കേൾപ്പാൻ തക്കവണ്ണം തന്റെ ചെവി ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, കണ്ണിങ്ങനെ തുറന്നു വെച്ചിരിക്കുക. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും. പിന്നെ നിങ്ങളുടെ പാപം ക്ഷമിക്കും. എന്ത് തെറ്റ്, എത്ര വലിയ തെറ്റാണെങ്കിലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കും. ദ്രോഹം ചെയ്തൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. എങ്ങനെ വരണം? താഴ്മയോടെ, പ്രാർത്ഥനയോടെ, എൻ്റെ മുഖത്തേക്ക് നോക്കി ദുർമാർഗങ്ങളെല്ലാം വിട്ടുതിരിയുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും, നിങ്ങളുടെ പാപം ക്ഷമിക്കും. പിന്നെന്താ? ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നമ്മൾ വസിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമായി തീരും. നമ്മൾ മൂലം ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമായി തീരും. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം അതാ. ഇത് ചെയ്യാതെ വീണ്ടും പഴയ രൂപത്തിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ നോക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവ അനുഗ്രഹത്തെ ധാരാളമായിട്ട് ചൊരിഞ്ഞിരുന്നവനാണ്. താഴ്മയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കി. പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹത്തിൽ കിട്ടും നമുക്ക് മനസ്സിലായി. ദൈവത്തിന്റെ മോശ നമ്മളെക്കാൾ എളിയവരിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നവനാണ്, നമ്മുടെ പാപം ക്ഷമിക്കുന്നവനാണ്, ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്നവനാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്രകാരമാണ് ദൈവം ശിക്ഷയ്ക്കായിട്ട് വിടുന്നത് നമുക്ക് നോക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും. കേട്ടോ, അവിടും യഹോവയായ ദൈവം പറഞ്ഞ അതാ, നമ്മളെക്കാൾ എളിയവരെ, അവരോടാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ശത്രുതയ്ക്ക് പോകുന്നത്. വഴക്കുണ്ടാക്കാൻ പോകുന്നത് നമ്മളെക്കാൾ ബലഹീനരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലേ നമ്മൾ വഴക്കുണ്ടാക്കത്തുള്ളൂ. നമ്മളെക്കാൾ ശക്തനായിട്ടുള്ള മുമ്പിൽ നമ്മൾ ഒരിക്കലും പ്രശ്നത്തിന് പോകത്തില്ല. ചെന്നാൽ നമുക്ക് അടി ഉറപ്പായിട്ടും കിട്ടും. നമ്മളെക്കാൾ വയ്യാതെ ഒരു ബലഹീനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവന്റെ മണ്ടയിൽ കയറാൻ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയുകയുള്ളൂ. ഇവിടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, എളിയവരെ പീഡിപ്പിക്കുകയും
ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ. ഇപ്പൊ മദ്യപിക്കുന്ന അച്ചായന്മാർ ഓർത്തുകൊള്ളണം, ഇന്നോട്ട് അമ്മാമ്മ എന്ത് പറയാൻ തുടങ്ങും? അച്ഛൻ 60 അടിക്കുവാണെങ്കിൽ എനിക്കൊരു 90 കൊണ്ടുവരണം. ഇതിന്റെ അളവൊക്കെ ഇങ്ങനെയൊക്കെയാന്നാ പറയുന്നത് അല്ലേ? അമ്മ പറഞ്ഞു വിടും, നിങ്ങൾ ഇത്ര അടിക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കണം. എന്താ പറയുന്നത്? എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ. അച്ഛന്റെ മദ്യപാനം അവിടെ നിൽക്കും, അമ്മാമ്മ അവിടുന്ന് ആരംഭിക്കും. കുടിക്കട്ടെ എന്ന് പറയുന്ന ശമരിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ. ഇത്രയും നേരം നമ്മുടെ പേരെന്തായിരുന്നു? ദൈവത്തിന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനമെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ദൈവം എന്ത് വിളിച്ചു നമ്മളെ? പശുവേന്ന്. പശുവെന്ന് പറഞ്ഞാൽ മൃഗമേന്ന്. കണ്ട, ഒറ്റ നിമിഷ നേരം കൊണ്ടാണ് നമ്മളെ ദൈവം പേര് മാറ്റിയത്. എന്റെ നാമം വിളിക്കപ്പെടുന്നത് എന്റെ ജനം, എന്റെ മകനെ എന്റെ മകളെ എന്ന് വിളിച്ച ദൈവം അതേ നാക്കുകൊണ്ട് വിളിക്കുകയാണ്, പശുവേ, മൃഗമേ. എന്താ പറയുന്നത്? ഈ വചനം കേൾപ്പീൻ, ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടലുകൊണ്ടും പിടിച്ചുകൊണ്ട് പോകുന്ന കാലം വരുമെന്ന് യഹോവ തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. നോക്കിക്കൊള്ളണം, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താത്തവന്, ദുർമാർഗങ്ങളെ വിട്ടുതിരിയാത്തവന് ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്തുവാ? ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ട്. കൊല്ലന്റെ ആലയിൽ നല്ല കൂർമ്മനയുള്ള കൊളുത്തിട്ട് നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന രംഗം ഒന്ന് മനസ്സിലൂടെ ഒന്ന് വിട്ടാൽ മതി. മേളിലോട്ട് ഇങ്ങനെ കൊളുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ താപ്പോട്ട് നോക്കി നമുക്ക് ചിരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കിടന്ന് വെപ്രാളപ്പെടത്തേയുള്ളൂ. അപ്പോൾ നോക്കുക, ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും. നമുക്ക് മാത്രമാണെന്ന ശിക്ഷ, നിന്റെ സന്തതിയെ ചൂണ്ടലുകൊണ്ടും പിടിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. നമുക്കതല്ലേ സങ്കടം? നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ കൺമുമ്പിൽ മറ്റു രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ഹൃദയം കൊളുത്തുകൊണ്ട് പിടിക്കുന്നതിനേക്കാൾ വിഷമമാ. യോ, ആ ഒരു വിഷമം നമുക്ക് സഹിക്കണോ? ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടലുകൊണ്ടും പിടിച്ചുകൊണ്ട് പോകും. പിന്നെ കുഞ്ഞുങ്ങൾ നശിച്ചു പോയിട്ട് പിന്നെ കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് യാതൊരു ബോധവും യാതൊരു കാര്യവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നാശത്തിന്റെ അനുഭവത്തിൽ വിടുവാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടവെച്ച് കൊടുക്കരുത്. നമ്മൾ ഒരിക്കലും തല വെച്ച് കൊടുക്കരുത്. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ട് നിങ്ങളുടെ സന്തതിയെ ചൂണ്ടലുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന കാലം വരുമെന്ന് യഹോവ തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. കണ്ടോ, വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തവനാ നമ്മുടെ ദൈവം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ നമ്മൾ ആരോടെങ്കിലും വൈരാഗ്യമായിട്ട് പെരുമാറിപ്പോണ്ട് ആരോടെങ്കിലും ദോഷം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ നമ്മളോട് ക്ഷമിക്കണേ, നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആര് നശിച്ചു പോകും? നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോകാനായിട്ട് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്ന പിതാക്കന്മാര്, ഏഷണി പറഞ്ഞ് കുടുംബത്തെ നശിപ്പിക്കുന്ന മാതാക്കള്, സഹോദരിമാര്, യൗവന പ്രായത്തിൽ തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് നമ്മൾ നാശത്തിന്റെ അനുഭവത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കടത്തിവിടരുത്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനമേ, നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തുക, പ്രാർത്ഥിക്കുക, എന്റെ മുഖം അന്വേഷിക്കുക, നിങ്ങളുടെ ദുർമാർഗങ്ങളെ ഒന്ന് വിട്ടുതിരിയുക. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും, നിങ്ങളുടെ പാപം ക്ഷമിക്കും, നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കെടുക്കും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടലുകൊണ്ടും പിടിച്ചുകൊണ്ടുവന്നൊരു കാലം വരും. ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിനക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ, ഞാൻ മറ്റുള്ളവർക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് അതിനു വേണ്ടി, ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കാൻ നീ പറഞ്ഞു. കാരണം ഞങ്ങൾ ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ 3 അനുഗ്രഹത്തിൽ നീ തരും. ഞങ്ങളുടെ പാപം ക്ഷമിക്കുന്നവനാണ് നീ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചു. ദൈവമേ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം വീട്ടിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്.
നാട്ടിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ദൈവമേ, ഇതൊക്കെ ഒന്ന് ക്ഷമിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇടയാക്കണമേ. അനുഗ്രഹം പ്രാപിച്ച് യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവമേ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ പറഞ്ഞു വിടരുതേ, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ പറഞ്ഞു വിടരുതേ, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ പറഞ്ഞു വിടരുത്. ഞങ്ങളുടെ ദോഷം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുവാനായിട്ട് ഇടയാകരുതേ. ഞങ്ങളുടെ ദോഷം കൊണ്ട് ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകുവാനായിട്ട് ഇടയാകരുത്. നല്ല രീതിയിൽ വളർന്നു വരുവാൻ ദൈവമേ നീ ഇടയാക്കണമേ. നീതിയിൽ വിതപ്പാൻ തക്കവണ്ണം, ദയക്കൊത്തവണ്ണം കൊയ്യുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ തരിശ് നിലമാകുന്ന ഹൃദയത്തെ ഒന്ന് ഉഴുതു മറിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ. നീ ഞങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ പറഞ്ഞു വിടരുതേ. ആവശ്യഭാരത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹത്തെ പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവമേ നീ ഇടയാക്കണമേ. പലവിധ ഭാരങ്ങള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടതകളൊക്കെയും ആയിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഏറെ നാൾ കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു കിട്ടും, ഏറെ നാൾ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. ദൈവമേ, ആ പ്രതിഫലം പ്രാപിപ്പാൻ തക്കോണം ഞങ്ങളെ നീ ഒരുക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോഴുള്ള പ്രാർത്ഥന ഞങ്ങൾ കാവലും കോട്ടയമായി തീരണമേ. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ പരമ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ. പരിശുദ്ധനായ പരമ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആവശ്യഭാരങ്ങൾ നടക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുറ്റവും കുറവുള്ള പ്രാർത്ഥന സ്വർഗീയ സിംഹാസനം കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടയാക്കി തീർക്കുമാറാകണമേ. ഇങ്ങനെയൊരു അവസരം ഇവിടെ ഒരുക്കിയെത്തുന്ന ബഹുമാനപ്പെട്ട ഔകരണം ബാച്ചിനോടും ഇവിടുത്തെ എല്ലാ വന്യവൈദ്യ ശ്രേഷ്ഠരോടും പ്രവർത്തനമുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.